നിർത്തി വന്നേ വന്നേ പെട്ടെന്നോ. ഇത് ആഘോഷമാണല്ലോ. ആഘോഷ് മേനോൻ സിനിമ നടൻ. ഒന്ന് പോയടാ. അതെ, നിങ്ങൾ സിനിമാ താരം ആഘോഷ് മേനോനല്ലേ? ആടാ കണ്ടറിഞ്ഞൂടെ? അതേടാ, ആഘോഷ് മേനോൻ തന്നെയാ. ആഘോഷ് മേനോൻ തന്നെയല്ലേ? അതെടാ, ആഘോഷ് മേനോനാണ്. എന്താ കുഴപ്പം? ഇതിപ്പോ വലിയ കഷ്ടമല്ലോ. സ്വസ്ഥമായിട്ട് വന്ന് കുറച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. അല്ല സാറേ, സാറിനോട് കണ്ടതുകൊണ്ട് ക്യാരക്ടർ ഇങ്ങനെയാണ്. സിനിമാക്കാരനായതുകൊണ്ട് എനിക്ക് എന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. നല്ലൊരു പുണ്യപ്പെട്ട വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ ഇവിടെ ചെയ്തോട്ടെ. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് കണ്ടോ, നോക്ക്. നിങ്ങൾക്ക് ഇത് വെറും ഭക്ഷണ പൊതികളാണ്, ഇവർക്ക് നന്മ പൊതികളാണ്, സന്തോഷ പൊതികളാണ്. സാറേ, എന്നാലും ഈ വേഷത്തിൽ കണ്ടപ്പോ എടോ, ഈ വേഷം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത തരൂ. സോറി സർ. ഇപ്പൊ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത്. ഞാൻ സമ്മതിച്ചു, എന്റെ സിനിമ കൊണ്ട് എന്നെ വളർത്തിയത് നിങ്ങളാണ്. പക്ഷെ എന്നിൽ നന്മയുള്ള ഒരു മനുഷ്യനുണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ്. ബ്രദർ, നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂട്ട് ചെയ്യുന്നത്. പ്ലീസ് ഈ ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ പാവങ്ങളെ സഹായിക്കാനോ പറ്റില്ല. ചേട്ടാ ഡിലീറ്റ് ചെയ്യണം ചേട്ടാ, പ്ലീസ്. ചേട്ടാ സിനിമാ നടനും മനുഷ്യനാണ് ചേട്ടാ, എല്ലാവരും ഡിലീറ്റ് ചെയ്യണം പ്ലീസ്. സിനിമാ നടനും മനുഷ്യനാണ്, പ്ലീസ് പ്ലീസ്. സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു. നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ. ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുണർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു. എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു. നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും ഗംഭീര കളക്കിയത് ഈ പ്രാവശ്യം. വൈറൽ എന്ന് പറഞ്ഞാൽ മധുര വൈറലാണ്. ആരൊക്കെയാണ് ട്വീറ്റ് ചെയ്തേക്കണേ, ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല. പിന്നെ നിങ്ങൾ 4 പേരുടെ പെർഫോമൻസ് പന്നിപ്പോയായിരുന്നു. ഒരാളും നീ ഇങ്ങോട്ട് വാ. ഞാൻ എന്റെ റിംഗ് ടോൺ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വട്ടായി പോകും. സംഭവം ഇവന് ഇത്രയുള്ളെങ്കിലും ഇവൻ തന്ന ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളമാണ് തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാല ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. കഴിഞ്ഞില്ല, ഏറ്റവും പുതിയ ഫോൺ. ഹലോ ആഘോഷ്, ഞാൻ പ്രകാശ്. സാറേ, പ്രകാശ് സാർ. ഒരു സെക്കൻഡ്. ഹലോ ആഘോഷ്, കലക്കി കളഞ്ഞു കേട്ടോ. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. അയ്യോ സാർ, രാവിലെ മുതൽ കേട്ടിട്ട് ഞാൻ വഴിയായി സാർ. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് ഞാൻ പകുതി വായിച്ചു സാർ. സാർ ഇപ്പൊ നമുക്ക് ഒരു ഓൾ ഇന്ത്യ ഫെയിം വന്നിരിക്കുന്ന കാരണം നമുക്ക് സൗത്ത് ഇന്ത്യയായിട്ട് ഒതുക്കണ്ട, നമുക്ക് ചെറിയ നോർത്ത് ഇന്ത്യ പരിപാടിയൊക്കെ പിടിക്കാം. ബഡ്ജറ്റ് ഒക്കെ കൂട്ടാം സാർ. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഞാൻ സ്പെൻഡ് ചെയ്തോളാം. ഡിമാൻഡൊക്കെ നമ്മൾ ചെയ്യിക്കല്ലോ സാർ. ഒന്ന് ഹോൾഡ് ചെയ്യാം, കൊടുക്കാം. വിളിക്കണ്ടായിരുന്നു സാർ. ശ്രീശാന്ത്. ശ്രീ, നീ ബോളൊക്കെ മര്യാദയ്ക്ക് അറിയുന്നുണ്ടോ? എന്താ സാറേ പെട്ടിയൊക്കെ ആയിട്ട്? നമ്മുടെ ഓർമ്മകളായതൊക്കെ. ഇത് എന്റെ ആദ്യത്തെ റെയിൽവേ ടിക്കറ്റ്. ഞാൻ അവിടെ ഇരിക്കേ. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വാച്ച്, ക്യാമറ, മൊബൈൽ ഫോൺ. പിന്നെ ഇത് വാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ശിവാജി ഗണേശൻ സാർ വലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിച്ച സിഗാറാ. എനിക്ക് ഈ സിനിമയോടുള്ള ഒരു ഭ്രാന്ത് വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നു പോകൊണ്ടൊരു നടനല്ലടാ. മേക്കപ്പ് മാനും 1-2 പേഴ്സണൽ സ്റ്റാഫും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. 20 രൂപ കൊടുക്കേണ്ട അടുത്ത് 25 രൂപ കൊടുക്കും. അത് നസീർ സാറിൻ്റെത് പഠിച്ചൊരു ശീലമാണ്. സാർ എപ്പോഴും പറയും, നമ്മുടെ കൂടെ ഉള്ളവർ വളരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരുന്നു. സാർ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? നീ ഇവിടെ ബിവറേജസിൽ പോയിട്ടേ ഒരു ബോട്ടിൽ വാ. ആർക്ക്? എനിക്ക്. ശ്രീരഞ്ജനെ അറിയണ്ട കേട്ടോ. ഉവ്വ്. ഞാൻ ബോട്ടിൽ വാങ്ങിച്ചിട്ട് സാറെ കുടിച്ചത് തന്നെ. സാറേ, പ്രകാശ് സാർ എന്നെ ഇങ്ങോട്ട് വിട്ടത് സാറിനൊരു സഹായമായിട്ടാണ്. നീ വലിയ വർത്താനൊന്നും പറയണ്ട. വാങ്ങുന്നുണ്ടോ ഇല്ലയോ? ഇല്ല സാർ, സോറി. സാറ് പറഞ്ഞില്ലേ, കൂടെയുള്ളവർ നന്നായാലേ നമ്മളും നന്നാവുള്ളൂ എന്ന്. വെള്ളമടിച്ച് നന്നായ ആരെ എനിക്കറിയില്ല. എടോ, മൊത്തത്തിൽ ഇരുണ്ടിരിക്കുകയാണല്ലോ, തെളിച്ചൊന്നുമില്ല. എക്സ്പോഷർ കൂട്ട്.
സാർ മാക്സിമം ആണ് സാർ. എടോ താൻ എന്നോടാണോ പറയുന്നത്? കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടിയാ മതി. ഇനി ഞാൻ വന്ന് തിരിക്കണോ? കൂട്ടിക്കോ കൂട്ടിക്കോ. കൂട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ കൂട്ടിക്കോ. ഒന്നും പറയണ്ട സാറേ, നമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടാൽ മാത്രമേ കാര്യങ്ങൾ നന്നായി നടക്കുള്ളൂ. അതിന്റെ ഒരു സ്ട്രെയിൻ ഭയങ്കരമുണ്ട്. എടോ തന്നോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? ഇനി ഞാൻ വന്ന് തിരിക്കണോ? തന്റെ വീട്ടിൽ നിന്നൊന്നുമല്ലല്ലോ വിളിച്ചു കൊണ്ടിരുന്നേ. ഇനി കൂട്ടാൻ പറ്റത്തില്ല സാർ. മാക്സിമം ആണല്ലേ? മാക്സിമം കൂട്ടണോ? ഇത് കണ്ടോ സാർ, നമുക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല. പക്ഷെ എന്താ ആഘോഷ ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ ചിലപ്പോ ശരിയായി. ദൈവമേ, ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചപ്പം എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതല്ലേ പല പ്രാവശ്യം. സാർ എന്തായിരുന്നു? അത് നമ്മുടെ പ്രോജക്റ്റിന്റെ അടുത്ത സ്റ്റെപ്പ്. ആ, ഞാൻ സ്ക്രിപ്റ്റ് ചോദിച്ചു. ഹീറോയും 2 ബ്രദേഴ്സും അല്ലേ? അതെ. 3 ക്യാരക്ടേഴ്സ്. 3 പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക്ഔട്ട് ആവും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്. ആഘോഷം നല്ല ഡീപ്പായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ 3 ക്യാരക്ടേഴ്സ് ഞാൻ തന്നെ ചെയ്തോളാം. അല്ല, ബ്രദേഴ്സ് ആകുമ്പോൾ 3 പേരും ഒരേപോലെ ഇരിക്കുന്നത് നല്ലതല്ലേ? ആ, നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം, മറ്റേ ആള് കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലൊരു സാധനം പിടിക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും. എൻ്റെ ഫാൻസും ഹാപ്പിയാവും അല്ലേ? ശിവാജി ഗണേശന്റെ ദൈവമകൻ സാറ് കണ്ടതല്ലേ? കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ. അയ്യോ, അത് ശരിയാവില്ല. അല്ല, പേടിക്കണ്ട, 3 തന്നെ ചെയ്യാം. ഞാൻ ആക്ടിങ്ങിൽ പൊളിച്ചോളാം. കമലഹാസനൊക്കെ ഒരു ഒറ്റ സിനിമ തന്നെ 10-20 ക്യാരക്ടേഴ്സ് ചെയ്യുന്നില്ല, പിന്നെന്താ? ഗംഭീരമായിരിക്കും സാറേ. അതാകുമ്പോ നമുക്ക് തമിഴിലും കന്നഡയിലും ഒക്കെ ഡബ് ചെയ്ത് ഇറക്കാൻ ചെയ്യും. സാറിന് ഇപ്പൊ അവിടെ നിന്നൊക്കെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് ഇല്ലേ സാറേ? ഒരുപാട്. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ് ആയി പടം തുടങ്ങാം. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട്. സാറിനായതുകൊണ്ട് ഒരു ഓഫറും കൂടി ഞാൻ തരാം. 3 പേരുടെ വേണ്ട, 2 പേരുടെ റെമ്യൂണറേഷൻ തന്നാൽ മതി. എന്തൊരു ഓഫറാ സാറിന് കിട്ടിയേക്കുന്നേ. 2 എടുത്താൽ 1 ഫ്രീ. അതാണ് സാർ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓ ശരി. ശരി മോനെ, നടക്കട്ടെ. എവിടെ ഡയറക്ടർ? എവിടെ? ഇവിടെ ഉണ്ട് സാർ. വേഗം വിളിക്കാൻ, എനിക്ക് റിയാലിറ്റി ഷോന് പോകാനുള്ളതാണ്. എന്ത് പറയുന്നു സാർ? ഇതിലും ഭേദം നമ്മുടെ സ്ക്രിപ്റ്റ് വല്ല റെയിൽ പാളത്തിലും വെക്കുന്ന. ആലോചിച്ചു കഴിഞ്ഞോ സാർ? ഇത് വെള്ളമടിച്ച് കളയാനല്ല. അയ്യോ, മദ്യം കൈകൊണ്ട് തുടരില്ല സാറേ, 4 വർഷമായി. നല്ല ആളാ പറയുന്നു. ഉണ്ടല്ലോടാ. ഇതിപ്പോ 4ാമത്തെ കുഞ്ഞിന്റെ നൂലുകെട്ടാണേ. മൂത്തത് 3 പെണ്ണല്ലേ സാറേ? ദൂർത്തടിച്ചാ അവര് വഴിയാതരാവില്ലേ? ഇതൂടെ വെച്ച്. അയ്യോ അയ്യോ, വേണ്ടായിരുന്നു. വേണ്ട സാറേ, വേണ്ടായിരുന്നു. അമ്മ അടുത്ത ആഴ്ച തന്നെ ഇവിടെ കൊണ്ടൊന്നും വിടണം. ഈ പ്രായത്തിൽ അമ്മയെ ജോലിക്ക് വിടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നാലും അതിന് ഞാനിവിടെ ജോലിക്കൊക്കെ അല്ലല്ലോ. ആണോ സാറേ? കുമാരിയമ്മ ഇവിടുത്തെ ആളല്ലേ. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സാറിന്റെ അവാർഡിന്റെ കാര്യം അറിയായിരിക്കുമല്ലോ. അമ്മ എന്നോട് പറഞ്ഞായിരുന്നു. ഓ, സാർ നോക്കിക്കോ, ഈ പ്രാവശ്യം സാറിന് തന്നെയാ. ഓ, ഞങ്ങളെ പോയിട്ടു വാമേ, അതിങ്ങനെ ശരി സാറേ. എന്താ സാറേ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ഏയ്, കുറച്ച് ദിവസത്തേക്കാണെങ്കിലും കൂടെ ഉള്ളൊരു യാത്ര പറഞ്ഞു പോകുമ്പോൾ ഒരു വിഷമമാണ്. ഇതെന്താടാ ഒരു കവറ്? അയ്യോ, ഞാൻ മറന്നുപോയി. സാറ് കുളിക്കാൻ കയറിയപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയറോ? എനിക്കോ? ആ, മോഹൻ കുമാർ സിനി ആക്ടർ. എനിക്കാരടാ കൊറിയറൊക്കെ അയക്കുന്നത്? ഫ്രം അഡ്രസ് ഒന്നും വെച്ചിട്ടുമില്ല. ഭയങ്കര ബിൽഡപ്പാണല്ലോ സാറേ. കൊറിയർ അയക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ. മൊബൈൽ ഫോണായിരിക്കും. അപ്പൊ കോഴിത്തലയും ചീമുട്ടയും മന്ത്രത്തകിടുവാണ് പ്രശ്നമല്ലേ? കൂടോത്രമാണ് മനുഷ്യന്റെ സമാധാനം കളയാൻ. പണ്ടും ആരൊക്കെയോ ക്ഷുദ്രക്രിയ ചെയ്തിട്ടാണ് ഞാൻ ഔട്ടായതെന്ന് വളരെ പ്രശസ്തനായ ഒരു ജോലിസിന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൂടോത്രം ചെയ്ത ഫീൽഡ് ഔട്ടായി പോകുമായിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഫീൽഡ് ഔട്ടായി പോയേനെ. അവർക്കും കാണുമായിരുന്നല്ലോ ശത്രുക്കൾ. അതെ, എന്നാലും ഈ
കൂടോത്ര ഏതെങ്കിലും വിധത്തിലൊന്ന് തനിക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്, നല്ലതുപോലെ ഉണ്ട്. വെറും ഒരു കോഴിത്തലയും ചീമുട്ടയും പ്രതിരോധിക്കാനാവാത്ത ഈശ്വരനെ എന്തൊരു തല്ലിപ്പൊടി ഈശ്വരനാണോ? അത് ശരിയാ. തന്നിലെ കാർമേഘം പാതി പെയ്തൊഴിഞ്ഞ പോലെ തോന്നുന്നു. ഒരു പദവി, അംഗീകാരം തന്നെ തേടി വരുന്നത് പോലെ. അത് തന്നിലേക്ക് എത്തിയാൽ താൻ പിന്നെ പുതിയൊരാള് പിടിച്ചാൽ കിട്ടില്ല. എന്തായി തൻ്റെ പാട്ട് പരിപാടി? ആ നന്നായിട്ട് പോകുന്നു ബ്രദറെ. നാളെ ഷൂട്ടുണ്ട്. നാളെ പാട്ടല്ലല്ലോ, ഡാൻസ് അല്ലേ? അതെ. ഇപ്പൊ പാട്ടുകാരനാവണമെങ്കിൽ ഡാൻസും കളിക്കണമല്ലോ അല്ലേ? പക്ഷെ ഡാൻസുകാരനാവണമെങ്കിൽ പാട്ട് പാടണ്ടേ?